ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്നത് കേരളത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നു, VD സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. എനിക്ക് VD സതീശൻ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഞാൻ അഭിലാഷ് അമ്പലപ്പുഴയ്ക്ക് പറയാനുള്ളത്, കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസിലെയും ഗവൺമെൻറ് ഓഫീസിലെയും ലാൻഡ് ഫോണിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ സർക്കാരിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ പോവുകയുള്ളൂ. അതിനുവേണ്ടി VD സതീശൻ സർക്കാർ ടെലഫോൺ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഒരു ചർച്ച നടത്തി ഈ എല്ലാ ഗവൺമെൻറ് ഓഫീസിലെയും എല്ലാ ജില്ലയിലെയും ലാൻഡ് ഫോണിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായി കൃത്യമായി പ്രവർത്തനമുള്ളതാക്കാൻ ടെലഫോൺ ഡിപ്പാർട്ട്മെൻറ്റുമായി VD സതീശൻ സർക്കാർ ഒരു ചർച്ച നടത്തണം. ഞാനിപ്പോൾ ഈ പറയുന്നത് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്. സർക്കാരിനോട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ഓഫീസിലെയും ലാൻഡ് ഫോണിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമുള്ളതായിരിക്കണം. അതിന് VD സതീശൻ സർക്കാർ കേരളത്തിലെ ടെലഫോൺ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു ചർച്ച നടത്തിയാൽ ഇത് കാര്യക്ഷമമായി ലാൻഡ് ഫോൺ പ്രവർത്തിക്കാൻ ഒരു സഹായമാകും ചർച്ച നടത്തിയാൽ. അപ്പം അതിനുവേണ്ടി ഉടൻ തന്നെ ടെലഫോൺ ഡിപ്പാർട്ട്മെൻറ്റുമായി സർക്കാർ UDF സർക്കാർ ഒരു ചർച്ച നടത്തണം. അപ്പോൾ ലാൻഡ് ഫോണിൻ്റെ പ്രവർത്തനം, ലാൻഡ് ഫോൺ ഇല്ലാത്ത ഗവൺമെൻറ് ഓഫീസുകളിൽ ലാൻഡ് ഫോൺ പുനഃസ്ഥാപിക്കണം, ഇല്ല പുതിയ കണക്ഷൻ കൊടുക്കുന്ന ഒരു രീതി സർക്കാർ ഉടൻ തന്നെ തുടങ്ങണം. ഇത് ഞാൻ പറയാൻ കാരണം, കേരള സർക്കാരിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് നല്ല രീതിയിൽ കേരള സർക്കാർ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് സർക്കാരിനോട് പറയുന്നത്. അപ്പോൾ ടെലഫോൺ ഡിപ്പാർട്ട്മെൻറ്റുമായി VD സതീശൻ സർക്കാർ ഉടൻ തന്നെ ഒരു ചർച്ച നടത്തി ഇത് ശരിയാക്കണം, ലാൻഡ് ഫോണിൻ്റെ പ്രവർത്തനം ശരിയാക്കണം. ഇത് അഭിലാഷ് അമ്പലപ്പുഴ യൂട്യൂബ് ചാനലിലെയും അഭിലാഷ് അമ്പലപ്പുഴ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും അഭിലാഷ് അമ്പലപ്പുഴ പത്രത്തിൻ്റെയും അഭിലാഷ് അമ്പലപ്പുഴ ന്യൂസ് പേപ്പറിൻ്റെയും ഒരു അഭ്യർത്ഥനയാണ് കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് വേണ്ടി. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. എന്തെങ്കിലും അഭിപ്രായമുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ, എൻ്റെ ജന്മനാട് അമ്പലപ്പുഴ.